ഇന്നത്തെ ഏറ്റവും പുതിയ ആടുജീവിതം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിഷു ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ മലയാളം സിനിമകൾ വരുമ്പോൾ രാജുവേട്ടന്റെ സിനിമ തിയേറ്ററുകളിൽ നിന്ന് വിടവാങ്ങും, സിനിമ വാഷ് ഔട്ട് ആകുമെന്നൊക്കെ കരുതിയവരെ വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നോമ്പ് കാലവും അതോടൊപ്പം തന്നെ പെരുന്നാളെല്ലാം തന്നെ കഴിഞ്ഞതോടെ കൂടുതൽ ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 2-3 ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളുടെ ക്ലാഷ് റിലീസ് നാളിലും 2 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്നലെ വെള്ളിയാഴ്ച 1,90,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. അങ്ങനെ സിനിമയുടെ 16 ദിവസത്തെ കേരള ഗ്രോസ് മാത്രം 61,30,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. വളരെ മികച്ച കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലെ നാം പ്രതീക്ഷിച്ചത് 132 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതിപ്പോഴത്തെ 134 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ UAE GCC ഗൾഫ് രാജ്യങ്ങളിലെ സിനിമയ്ക്ക് വമ്പൻ കളക്ഷൻ വർധന സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഈ ഒരു കളക്ഷൻ ട്രെൻഡ് നൽകുന്ന സൂചന ഇന്നും നാളെയും വീണ്ടും വമ്പൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ എല്ലാം തന്നെ പ്രതീക്ഷിക്കാമെന്നാണ്. കാത്തിരിക്കുക അതിന്റെ റിപ്പോർട്ടുകൾ കേട്ട. ഇതിനിടയിൽ 128 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തപ്പെട്ടതോടെ പൃഥ്വിരാജിന്റെ തന്നെ സ്വന്തം സിനിമ പൃഥ്വിരാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ആടുജീവിതം മറികടന്നിരിക്കുകയാണ്. ലാലേട്ടന്റെ 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ ഒരു സിനിമയുടെ കളക്ഷൻ മറികടന്നതോടെ ആടുജീവിതം എന്ന സിനിമയുടെ അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രേമലു, പുലിമുരുകൻ എന്നീ സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ്. അതിലേക്കെല്ലാം തന്നെ ഇന്നും നാളെയുമായിട്ട് സിനിമ എത്തപ്പെടുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇനി കേരള ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ 61 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ എത്തപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തമിഴ് സിനിമകളുടെ ഫൈനൽ കേരള കളക്ഷൻ കൂടി ആടുജീവിതം മറികടന്നിരിക്കുകയാണ്. അതിലൊന്ന് രജനികാന്തിന്റെ ജയിലർ എന്ന സിനിമ 57 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണെങ്കിൽ മറ്റൊന്ന് തളപതി വിജയ് നായകനെത്തിയ ലിയോ എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷനായ 60 കോടിയാണ്. അങ്ങനെ ഈ 2 സിനിമകളെയും ആടുജീവിതം എന്ന പൃഥ്വിരാജ് സിനിമ മറികടന്നിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമയുടെ മാസ്മരിക പ്രകടനം തന്നെയാണ് നാം ബോക്സ് ഓഫീസിൽ കാണുന്നത്. ചിലരെല്ലാം തന്നെ ചില സിനിമകളുടെ കാര്യത്തിൽ പറയാറുണ്ട്, ഞങ്ങളുടെ സിനിമ അഭിനയ പ്രാധാന്യമുള്ള സിനിമയായതുകൊണ്ടും സ്ലോ പേസ് സിനിമയായതുകൊണ്ടാണ് കേരളത്തിൽ 50 കോടി ഇല്ലാത്തത്, വേൾഡ് വൈഡ് 100 കോടി ഇല്ലാത്തത് എന്നൊക്കെ. ഇപ്പോഴത്തെ അവർക്കെല്ലാം തന്നെ മറുപടി ആടുജീവിതം എന്ന സിനിമയുടെ കണ്ടന്റ് കൊണ്ട് നൽകിയിരിക്കുകയാണ്. ഇനി കണ്ടന്റുകൾ ഏതായാലും കേരളത്തിലും വേൾഡ് വൈഡ് കളക്ഷനിലും 50 കോടിയും 100 കോടിയും എല്ലാം തന്നെ നിസ്സാരമാണ് എന്ന് ആടുജീവിതം ഉറപ്പ് നൽകുന്നുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ആടുജീവിതം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾക്കായി.